ഹായ് നമസ്കാരം. സജി മിലേനിയത്തിന്റെ വൈഫാണ്. ഇനി ഞങ്ങൾക്ക് ഒരു ഷെഫിനും കൂടി, ഒരു ചെറിയൊരു ജൂനിയർ ഷെഫും കൂടി വരാനുണ്ട്. മനസ്സിലായോ ഏതാണ് ഈ അപ്പാപ്പൻ? മനസ്സിലായോ? ഞാൻ ആരോ കേട്ടാ മിലേനിയം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നതാ. ഗിഫ്റ്റ് ഉണ്ടോ? കേക്ക് എടുക്കാൻ മറന്നു. എങ്ങനെടുത്ത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ചന്ദനമലയിലൊക്കെ എന്തുവായിരുന്നോ? താറാവല്ലോ, വേറെ ഒന്നുമില്ലേ? വേറെ ഒന്നുമില്ല താറാവിന്റെ കൂടെ. മക്കൾക്ക് അപ്പാപ്പന്റെ ഒരു സമ്മാനമുണ്ട്. ഹായ് നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും ലോകമെങ്ങുള്ള എല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന തിരക്കിലാണ്. ക്രിസ്തുമസ് ദിവസമാണ്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയൊരു ഡിഷ് നിങ്ങൾ ഒന്നായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ വരാറുണ്ട് പല പല വിഭവങ്ങൾ. അപ്പോൾ ക്രിസ്തുമസ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഡക്കും അപ്പവും, അല്ലേ? അപ്പവും ഡക്ക് റോസ്റ്റൊന്നും ഇല്ലാത്ത ക്രിസ്തുമസ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങളോടൊപ്പം ഇത് ഉണ്ടാക്കിയിട്ട് ക്രിസ്തുമസ് ആഘോഷിക്കാമെന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവരും ക്രിസ്തുമസിൻ്റെ തിരക്കുകളിലാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ഒറ്റയ്ക്ക് കുക്ക് ചെയ്താൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മെയിൻ ഷെഫ്, എനിക്ക് 2 അസിസ്റ്റന്റ് ഷെഫ്സിനെയും കൂടി വേണം. അപ്പം ഞാൻ കൂടുതൽ ഇതൊന്നും പറയുന്നില്ല, ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഞാൻ അവളെ ആദ്യം ഇങ്ങോട്ട് വിളിക്കാം, ഓക്കെ? എന്നിട്ട് ബാക്കി നിങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ വരൂ. അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി നിന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാടി കരിമിഴിയുള്ള കളവാണി കണ്ടപ്പോ കണ്ണതോടക്കും. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അല്ലേ നമ്മൾ ആദ്യം ഫ്രെയിമില് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വർക്ക് ചെയ്തത് ഫസ്റ്റ് ചെയ്തായിരുന്നടി അമലയിലായിരുന്നു ആദ്യമായിട്ട് ഞങ്ങള് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്, അല്ലേ? ശരിക്കും പേടിച്ചിട്ടാണ് വന്നത്. എന്തിനായിരുന്നു? വയ്യ. എന്നിട്ട് കുറച്ച് പറ. നമ്മള് വേറെ ലൊക്കേഷനിൽ നിന്ന് ഹാഫ് ഡേ എടുത്തിട്ടാണ് എന്നെ ഇങ്ങോട്ട്. അത് ഭയങ്കര തിരക്കായിരുന്നു. അവള് വേറെ ലൊക്കേഷനിൽ ഹാഫ് ഡേ ഒക്കെ എടുത്ത് വന്നു. അങ്ങനെയല്ല, വന്നപ്പോ ഞങ്ങളിങ്ങനെ ഞാനും പപ്പയും അമ്മയും കൂടെ ഇങ്ങനെ വന്നപ്പോ ഞാൻ ദൂരേന്ന് കാണുന്നുണ്ട് ഇവിടെ ഇരുന്ന്. ഞാൻ നല്ലോണം പേടിച്ചു. അന്ന് ബിന്ദുമ്മ ഉണ്ടായിരുന്നു. അതെ അതെ, ബിന്ദു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേച്ചിയില്ലേ, ബിന്ദമ്മ ഞങ്ങളുടെ ഭയങ്കര കമ്പനിയായിരുന്നു. അതെ, ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വന്തം ബിന്ദമ്മയാണ്. പിന്നെ രാജീവ് സാറ്. അതെ, ആദ്യത്തെ ദിവസം ചേച്ചി പരിചയപ്പെട്ടൊക്കെ നിന്നെങ്കിലും എനിക്ക് ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു ആദ്യം. രാജീവ് സാർ എന്നെ വറുത്തെടുത്തല്ലേ, പിന്നെ അങ്ങോട്ട് കമ്പനി ആയിട്ട് അല്ലേ. പിന്നെ ഞങ്ങള് സത്യം പറഞ്ഞ ഒരു റൂം ഷെയർ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. ഞാൻ ഇവളുടെ മമ്മി, ഇടയ്ക്ക് പപ്പ വരും, കപ്പലിന്റെ മിഠായിയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് സാധനങ്ങളൊക്കെ ഇട്ട് പപ്പ വിളിക്കും, ചേച്ചിയുടെ ഒരു പേര് വിളിക്കും. അയ്യോ പറയരുത്. ഇന്നും എന്നെ കണ്ടപ്പോ വിളിച്ചടി, ഞാൻ കൊടുക്കുന്നുണ്ട് ഞാന്. അല്ല, ഒരു പ്രാവശ്യം വേണ്ട നീ പറയണ്ട. അപ്പൊ അങ്ങനെ ഞങ്ങള് ഭയങ്കര ഫാമിലി ആയിട്ട് ഞങ്ങള് ഭയങ്കര കമ്പനിയാണ്, വളരെ ക്ലോസ് ആണ്. അതെ, ക്ലോസ് ആണ്. അപ്പൊ എന്തായാലും കല്യാണം കഴിഞ്ഞ് അവള് 2 കുട്ടികളും ഫാമിലി ഒക്കെ ആയിട്ട്. ശങ്കുരുവിനെ എവിടുന്നാണ് പരിചയപ്പെടുന്നത്? അതെ അതെ, ചെറിയ മോനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോ അങ്ങനെ നോക്കണ്ടേ. അപ്പൊ അവളിപ്പോ അവള് ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ്. അവളുടെ മിലേനിയം ഒക്കെ അവളുടെ ഹസ്ബൻഡാണ് സജി മിലേനിയത്തിന്റെ വൈഫാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് സീരിയൽ ടുഡേക്ക് വേണ്ടിയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ഒരാളെ കിട്ടി. ഇനി ഞങ്ങൾക്ക് ഒരു ഷെഫിനും കൂടി, ഒരു ചെറിയൊരു ജൂനിയർ ഷെഫും കൂടി വരാനുണ്ട്. വിളിച്ചാലോ? ഞങ്ങളുടെ അസിസ്റ്റന്റ് ഷെഫ് ഉണ്ട്, വിളിക്കട്ടെ?
ആ വരൂ ഷെഫ്. ഞാൻ പ്രേമത്തിൻ മുൻപിൽ ഇതുവരെ എഴുതാത്തൊരു കൃതി നീ വിഴിയിറച്ചിമാത്തൊരു ചിരി നീ സ്ത്രീ ഞാൻ പ്രേമത്തിൻ ഒരു സുന്ദരി ഒരു സുന്ദരി കുട്ടിയാണ് വന്നിരിക്കുന്നത്. അല്ല നീ സ്വന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തേ. എന്റെ പേര് ആഗ്നൽ എലിസബത്ത് ജോസഫ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് ബന്ധം എന്താണ് ശരിക്കും പറഞ്ഞു? ഞാൻ പറയണ ചേച്ചി പറയണ ഇവള് പറയട്ടെ. അതായത് ഇങ്ങനെ ചോദിച്ചൊക്കെ വന്നാൽ ചെറുതായിട്ട് ഒരു അച്ഛന്റെ മക്കളായിട്ട് വരും. അതെ അതെ, ഒരപ്പന്റെ മക്കളാണ് കേട്ടോ. അനുജത്തിയാണ്. അവള് ചെറുതായിട്ട് ചെറുങ്ങനെ ആങ്കറിംഗ് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങള് കുഞ്ഞു പാവം പിച്ച് വെച്ച് ഞങ്ങളുടെ ഇതിലും കൂടി കേറുകയാണ്. അപ്പൊ ഞങ്ങള് ഷെഫായിട്ട് വിടുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങള്, ചേച്ചി കുക്ക് ചെയ്യും, ഞങ്ങള് നോക്കിക്കും. വേണമെങ്കിൽ പറയാം. ഇവര് സാധനങ്ങളൊക്കെ എടുത്തു തരാൻ നമുക്ക് എടുത്തിട്ടുണ്ട്. അവള് പറഞ്ഞു ഇവള് നിനക്ക് കുക്ക് ചെയ്യാറില്ല. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വീട്ടിലെ ഏറ്റവും നല്ല ഷെഫാണ്. എത്രയൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കുന്ന അറിയോ? അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. വൈകുന്നേരമൊക്കെ ചെല്ലുമ്പോ വെറൈറ്റി ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഏതെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി. എന്നിട്ടാണ് ഞാൻ പറഞ്ഞു എടി നമുക്ക് ഉണ്ടാക്കാം. അയ്യോ ചേച്ചി എനിക്ക് പേടിയോണ്ട് ചേച്ചി ഉണ്ടാക്കൂല്ലേ? ഞാൻ ഉണ്ടാക്കും. അറിയോ, നമ്മുടെ ഈ എറണാകുളം തൊടുപുഴ ഭാഗത്തെ ഫുഡും കാലിക്കറ്റ് ഫുഡും വേറെയാണല്ലോ. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കണ ഒന്നും അവിടെ ഉള്ളവർക്ക് പറ്റില്ല. അവിടെ ഉള്ളവരുണ്ട്. നമ്മൾ എറണാകുളംകാര്, എറണാകുളം തൊടുപുഴയിലൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഞങ്ങൾ ഇനി അധികം ചളം അടിച്ച് സമയം കളയുന്നില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിംഗ് തുടങ്ങാം. എങ്കിൽ ആദ്യം എന്താ ചെയ്യണ്ടേ? അതെന്താ ചെയ്യണ്ടേ? അല്ല നീ അത് ശരി പാത്രം വെച്ചു അത് ഫ്ലെയിം ഒഴിക്കണം. അതാണ് എടുക്ക്. എന്നോട് ചോദിക്കണം ആദ്യം എന്താ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നല്ല വെളിച്ചെണ്ണയിലായിട്ട് കുക്ക് ചെയ്യാൻ പോണത്. ഓക്കെ. മീൻ ചേച്ചി എങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വീട്ടിലെ ക്രിസ്മസും ഈസ്റ്റർ ഒക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ കുക്ക് ചെയ്യാറുണ്ടോ? എന്ത് പണിയെടുത്ത പേര്. എനിക്ക് സർവന്റ് ഒന്നും ഇല്ല മോളെ. ചേച്ചി അമ്മ ഉണ്ടായിരുന്നപ്പോ അമ്മ ഒരു രക്ഷയില്ല മോളെ. അമ്മ വളരെ അമ്മച്ചി ഭയങ്കര കുക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊക്കെ അന്ന് അമ്മച്ചി ഉണ്ടായിരുന്നപ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞ. പിന്നെ അമ്മച്ചി മരിച്ചപ്പോ നമ്മള് ചേച്ചി ഭയങ്കര വലിയ കുക്ക് അറിയോ? വീണ ചേച്ചിയുടെ വീട്ടില് 365 ദിവസം അത് പറയരുത്. അറിയില്ലല്ലോ അത്. ഇല്ല. ചേച്ചിയുടെ വീട്ടില് 365 ദിവസവും ഡിഷ്. നമ്മുടെ വീട്ടില് റിപ്പീറ്റ് ചെയ്യില്ലേ? ചേച്ചിയുടെ വീട്ടില് 365 ദിവസവും വേറെ ഡിഷ് അല്ലേ ചേച്ചി? അതെ 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 അതെ. മനുവേട്ടൻ കുക്ക് ചെയ്യോ? അതിലെല്ലാം ഉണ്ട്. അല്ല പക്ഷെ വേറൊരു സത്യം പറയണോട്ടോടി, പരിപ്പ് ഉണ്ടാക്കും നന്നായിട്ട്. എന്ന് വെച്ചാ ആ പരിപ്പ് എന്ന് വെച്ചാ ഒരു സ്പെഷ്യൽ പരിപ്പാണ്. എന്ന് വെച്ചാ പുള്ളി പറയണത് നായന്മാരുടെ പരിപ്പ് എന്നാണ് പറയണത്. നമ്മള് മാപ്പിളമാരുടെ പരിപ്പല്ല അത്. നമ്മളെങ്ങനെ പരിപ്പ് ഉണ്ടാക്കണം? നമ്മൾ വന്നിട്ട് പരിപ്പ് പുലർത്തുക അങ്ങനത്തെയൊക്കെ അല്ലേ. മനുവിന്റെ ഒക്കെ എന്ന് വെച്ചാൽ നെയ്യാൻ കൂടി ഇട്ടിട്ട് പച്ചമുളകും നെയ്യും പക്ഷെ ടേസ്റ്റ് ആണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതുണ്ടാക്കും. അത് ഞാൻ പുള്ളിയുടെ പരിപ്പ് പുലർത്തല് ഞാൻ കൈയിടാറില്ല. അതുണ്ടാക്കി തരും. പിന്നെ മുട്ട വെച്ച എന്തെങ്കിലും അത്ര ഉള്ളു, വേറെ ഒന്നും അറിയില്ല. പാത്രം കഴുകി തരും. ഞാനും ബീന ചേച്ചി തമ്മിൽ നല്ല സാമ്യമുണ്ടല്ലേ? ചേച്ചി മുമ്പ് പറഞ്ഞില്ലേ ഞങ്ങള് ഗൈസ് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിരിക്കുന്നത് നല്ല നായന്മാര്. അതെ അതെ കേക്കണ്ട. അതുണ്ടല്ലോ ചേച്ചി. കഴിഞ്ഞ ദിവസം മോൻ വന്നിട്ട് ചോദിച്ചു അമ്മ ഞാൻ ഏതാ കാസ്റ്റ്. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു ഹിന്ദുസ്ഥാനിയാന്ന് പറഞ്ഞു. അല്ല അവിടെ കൊടുത്തിട്ടുണ്ടോ? കാസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? കാസ്റ്റ് അവര് ഹസ്ബൻഡ് അമ്മ എഴുതി കൊടുത്തത്. ഞാൻ ഡെലിവറി ചെയ്യുന്ന അവരെ ഇത് തന്നെ ഹസ്ബൻഡ് തന്നെ കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ഹിന്ദുസ്ഥാനിയാല്ലേ. അപ്പൊ ഞാനൊരു ജോക്കിനങ്ങ് വിട്ടു. 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് ചോദിച്ചു അമ്മേ എന്റെ ക്ലാസ്സിൽ മുസ്ലിമും ഉണ്ട് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യനും ഉണ്ട്, ഹിന്ദുസ്ഥാനി ആയിട്ടില്ല. ഞാൻ മാത്രം അങ്ങനെയായിപ്പോയി. എന്റെ മോനും ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു. കുഞ്ഞിലെ അറിയില്ലല്ലോ ഞാനും മനുവിന്റെ തന്നെ ഇട്ടത്. പക്ഷെ ഇപ്പൊ അവൻ എന്നെ ചീത്ത പറഞ്ഞു അമ്മ എന്തിനാണ് എനിക്ക് ജാതി ഇട്ടത്, എനിക്കൊന്നും ജാതി ഇല്ലാന്ന് എഴുതിയാ പോരായിരുന്നു. അവന് ഇഷ്ടമല്ലേ. ഇപ്പൊ രാവിലെ ഇറങ്ങാണെ അമ്മ ഇന്ന് അമ്പലത്തിലാണോ പള്ളിയിലാണോ പോണേന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ സാധനങ്ങൾ ഇട്ട് പറയാം. സവാള, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഞങ്ങൾ ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. വറയലോട് പറയല്. ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇത്തിരി ഉപ്പിട്ടോടി അപ്പൊ പെട്ടെന്നൊന്ന് വാടി കിട്ടും. ഇത് പറഞ്ഞപ്പോ ഞങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, ചോദിച്ചോടി. നിങ്ങൾ അമല സീരിയൽ തൊട്ടാണ് അതെല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരുപാട് സീരിയലുകൾ ഇതുപോലെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറെ വിശേഷങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ദിവസം നിങ്ങൾ ഇതുവരെ ആരോട് പങ്കുവെക്കാത്ത കുറച്ച് വിശേഷങ്ങൾ ഉണ്ടാവില്ലേ? അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഇല്ല, പക്ഷെ സെറ്റിലൊന്നും ഞാൻ കൊറേയൊക്കെ കണ്ടിട്ടുണ്ട്.
നീ അതൊന്നും പറയാൻ പറ്റില്ല. അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ എന്ത് വിശേഷോടി കണ്ടു നീ? ഒന്നുമില്ല, പറ. എനിക്ക് അങ്ങനെ ഓർക്കുന്നില്ല. നീ ഏഞ്ചൽ ഇവരുടെ ബോണ്ടിങ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു. ഇപ്പൊ ഓൺ സ്ക്രീനിൽ അമ്മയും മോളുമായിട്ടാണെങ്കിലും ഓഫ് സ്ക്രീനിൽ ഇവര് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് ഇന്നും കൊണ്ടുപോകുന്നുണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനൊരു കയ്യടി. സത്യം എന്നറിയാമോ, സത്യം പറഞ്ഞാല് നമ്മള് ആർട്ടിസ്റ്റുകളൊക്കെ കാണുന്നു, അഭിനയിക്കുന്നു, പോകുന്നു, അങ്ങനെ വലിയ ഇതൊരു ടച്ച് ഉണ്ടാവില്ല. പക്ഷെ ഇവളുടെ അടുത്ത് മാത്രം ശരിക്കും പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങൾ കൂടെ അഭിനയിക്കുന്നില്ലെങ്കിലും അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാനും ഞങ്ങൾ അങ്ങോട്ട് ഇല്ല എപ്പോഴും ഇപ്പൊ 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞ് വിളിച്ചാലും ഞങ്ങളുടെ ആ ബോണ്ട് അത് നല്ല രസമായിരുന്നു. ഓഫ് സ്ക്രീനിൽ നമുക്ക് കാണാനും വീട്ടിൽ വരുമ്പോഴൊക്കെ ആണെങ്കിലും ശരിക്കും ഫാമിലി മെമ്പർ പോലെ തൊടുപുഴയിലും ഞാൻ പോയിട്ടുണ്ട്, കോഴിക്കോടും ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവരെ എന്റെ വീട്ടിലും എന്റെ അമ്മ മരിച്ചപ്പോഴൊക്കെ ഇവളും അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. അമ്മച്ചിയുടെ മുളകോശി അല്ലേ? അമ്മച്ചി മുളകോശി അല്ലേടി? അമ്മച്ചി അത് അവിടുത്തെ പറവൂർത്തെ അമ്മച്ചിരിയാണ്. അമ്മച്ചി ഉണ്ടാക്കി തന്നിട്ട് നമ്മള് പുട്ടും മറ്റേ വൻപയറിന്റെ എന്താ മുളക് ഉണ്ടാക്കി മനുവിന് ഉണ്ടാക്കുന്നതായിരുന്നു. ശരിക്കും സിമ്പിൾ സാധനമാണെങ്കിലും വളരെ നല്ലായിരുന്നു. ഞാൻ നിനക്ക് ചെമ്മീന്റെ ഒക്കെ പറഞ്ഞു തന്നില്ലേടി? ശരിക്കും എനിക്ക് നമ്മുടെ അങ്ങോട്ടേക്ക് ചെമ്മീനൊന്നും അങ്ങനെ വാങ്ങാനില്ലല്ലോ. നാട്ടിലെ തൊടുപുഴയല്ലേ, അവിടെ കിട്ടില്ല കൂടുതൽ ഉണക്ക ചെമ്മീൻ. ശരിക്കും ചെമ്മീൻ വെക്കാൻ എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് ചേച്ചിയാണ്. അതെന്തായാലും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല തേങ്ങ 2 ടൈപ്പിന് ചെമ്മീനും ചേച്ചിയും ബിന്ദുമ്മയും മാറി മാറിയാണ് എനിക്ക് റെസിപ്പീസ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ ഈ ഫ്രണ്ട്ഷിപ്പ് വൈബ് പറഞ്ഞില്ലേ, ചേച്ചി ഏത് ജനറേഷനോടും ഭയങ്കരമായിട്ട് മിങ്കിളാണ്. അതെനിക്ക് മനസ്സിലായത്. ഇപ്പൊ എന്നോട് ഇത്രയും ക്ലോസ് ആയി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഏത് ജനറേഷനിലെ ആൾക്കാരോടും നല്ല അടിപൊളി പ്രായമൊന്നും ആയിട്ടില്ല. ഏത് ജനറേഷൻ നിന്നെക്കാളും ഇച്ചിരി കൂട്ടിയിട്ടുള്ളൂ. പിന്നില്ലേ? പക്ഷെ എനിക്ക് നിന്നോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമുണ്ട് കേട്ടോ. ഏഞ്ചൽ അതെന്നാ? ഇവള് വലിയൊരു ചതി ചെയ്തിട്ടുണ്ട് എന്നോട്. ഇവള് അറിഞ്ഞില്ല സത്യം. ഇവിടെ പ്രേമൊക്കെ എന്നോട് പറഞ്ഞത് എത്രയോ എന്റെ അടുത്ത് ഒളിച്ച് വെച്ച് കള്ളി എന്നെ ഭയങ്കര ക്ലോസ് എന്ന് വെച്ചാ ചങ്സ് ആയിരുന്നു ഞങ്ങള്. പക്ഷെ ഇവളുടെ പ്രേമം മാത്രം ഇവള് ഒളിച്ചു വെച്ചു. വഴിയുണ്ട് ഇവിടെ നിക്ക്. എന്നിട്ട് ഒരു ദിവസം ഇവള് എന്തോ ഒരു സാധനം പുള്ളിക്ക് മറ്റേ മിഠായി എന്തോ സാധനം എടി എനിക്ക് തോന്നണി ഇവക്ക് അവനുമായിട്ട് പ്രേമം ഒന്ന് തോന്നണടി. അവള് മിഠായി പകുതി എടുത്ത് കൊടുക്കണം. ഞാൻ കണ്ടു. അങ്ങനെയാണ് ഇതൊക്കെ സെറ്റിൽ നടന്ന കാര്യങ്ങളല്ലോ. സെറ്റിൽ നടന്നല്ല, അന്നൊരിക്കൽ ട്രിവാൻഡ്രത്ത് തന്നെ കാണാൻ വന്നു. അതെ അതെ ബിന്ദമ്മയുണ്ട്. അപ്പൊ ബിന്ദമ്മ കുറച്ച് ചോക്ലേറ്റ്സ് തന്നപ്പോ ഞാൻ അതിൽ നിന്ന് ഒരു ചോക്ലേറ്റ് കൊടുത്തു. അതിൽ നിന്നാണ് ബിന്ദമ്മക്ക് നമ്മളോട് പറഞ്ഞില്ല. അവള് അത്രയും സ്നേഹമായിട്ടിരുന്നിട്ട് അവള് ആ പ്രേമം എത്ര വർഷം എടുത്തു. എനിക്ക് എപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല എന്റെ കേട്ടോ. 2 കുട്ടികളായി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വീടുന്നു. അപ്പൊ ഗൈസ് ഞങ്ങളുടെ എന്താണ് ഡക്ക് റോസ്റ്റിന്റെ മറ്റേ മസാല അത് നല്ല ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊടികൾ ഇടാം. എല്ലാ പൊടികളും എടുത്തോടാം. യെസ്, മല്ലിപ്പൊടി. ഇതിന്റെ മെയിൻ ഇത് മല്ലിപ്പൊടിയാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് കാര്യമായിട്ട് മല്ലിപ്പൊടി ഇട്ടു. ഓക്കെ. ഈ കുക്ക് ചെയ്യുമ്പോ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഇത് ഞാനിപ്പോ എല്ലാ ടിപ്പും എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ ഇരിക്കുകയാണ്. നമ്മള് ഇൻസ്റ്റയും ബാക്കി സംഭവങ്ങളൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കെല്ലാം അല്ലേ. ഒരു സാധനങ്ങളും ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി വളരെ കുറച്ചിട്ടുള്ളൂ. കാരണം ഇതിനകത്ത് മഞ്ഞ കളർ വേണ്ട. നമുക്ക് ഇത് ഈ മല്ലിപ്പൊടിയുടെ കളറാണ് വേണ്ടത്. ഇട്ടത് മാറ്റി വെച്ചോട്ടാ. കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ഉണ്ട്. അപ്പൊ നമുക്ക് അധികം എരിവ് വേണ്ടല്ലോ. ഇനി ബാക്കി പൊടിയൊക്കെ എടുത്തോ. എല്ലാ പൊടിയും മുളക് പൊടി വേണേ. മുളക് പൊടി ഇതിൻ്റെ അകത്ത് വേണ്ട. ഇനി മറ്റേത് ഇത് ജീരകം. ഓക്കെ. ഇതിനെന്തെങ്കിലും സ്പെഷ്യൽ പേരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും? അല്ല, ഡക്ക് റോസ്റ്റ് തന്നെ. വേറെ നമ്മുടെ തേങ്ങാപ്പാലിലുള്ള ഡക്ക് റോസ്റ്റ്. ഡക്ക് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ അതിൻ്റെ അകത്ത് പ്രത്യേകതയൊന്നുമില്ല. തേങ്ങാപ്പാലിലുള്ള നല്ല ഡക്ക് റോസ്റ്റ് കണ്ടോ. വീട്ടിലുണ്ടാക്കാറില്ലേടി? എനിക്ക് മപ്പാസ ഇഷ്ടം. അതെയോ? എനിക്ക് ഫേവറേറ്റ് ആണ്. നമുക്ക് ഫാം ഉള്ളപ്പോ അവിടെ ഉണ്ട് ഡക്ക്. മപ്പാസ് ആണ് എനിക്ക് കൂടുതൽ. ബാക്കി എല്ലാ പൊടികളും ഇട്ടല്ലോ. അത് മല്ലിപ്പൊടി ഇട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. ജീരകം മസാല അല്ലെ, മസാലപ്പൊടി ജീരകം ഇട്ടല്ലേ അല്ലേ? ഞാൻ പറഞ്ഞില്ല വീട്ടില് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതാ
ആൾ അടുക്കള കയറി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. നോൺ വെജിലാണെങ്കിലും വെജിലാണെങ്കിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കും. വെറുതെ തള്ളി മറക്കില്ല. ഇല്ലേ, ഞാനുള്ളത് പറഞ്ഞാണ്, തള്ളിയതൊന്നല്ല. അവള് വിചാരിച്ചു ചേച്ചിയല്ലേ കിടക്കട്ടെ വെറുതെ ഇരുന്ന്. എന്താ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ 2 തരാണല്ലോ നമ്മൾ. അതെ അതെ അതെ. ഇപ്പൊ മമ്മിയൊക്കെ പഠിച്ചോ അവിടത്തേക്ക് പോയിട്ട്? പഠിച്ചു. ഇപ്പം ഓക്കെ. ചെന്നപ്പോഴാണ് നമ്മളിവിടെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല. സത്യം. അവിടെയാണ് കടല് പോലെയാണ് കോഴിക്കോട് കിടക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട്. പരിപ്പ് തന്നെ ഇവിടെ നമ്മൾ പരിപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പരിപ്പ് വെക്കുന്നില്ല. അവിടെ പരിപ്പിന്റെ തന്നെ എത്ര വെറൈറ്റി. നമ്മുടെ ഡക്ക് എടുക്ക്. ഉരുളക്കിഴങ്ങ് മെയിൻ ഐറ്റം ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഡക്കിനെ നമ്മള് വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന ഡക്കിനെ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഡക്ക് റോസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കാം. നീ ഉരുളക്കിഴങ്ങ് എടുത്തോടാ. ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങിനെയും കൂടെ ഇതിന്റെ അകത്തേക്ക് തട്ടുകയാണ്. പിടിച്ചു. ഓക്കെ ഓക്കെ. തേങ്ങാപ്പാലിന്റെ വെള്ളം എടുത്തിടാം. അതന്നെ അതന്നെ. നമ്മളിപ്പോ എടപ്പാല്, നമ്മൾ അതിനിടയ്ക്ക് എടപ്പാലുണ്ട്, എടപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ. ഇപ്പൊ തന്നെ അതിന്റെ ആ ടെക്സ്ചർ വന്നു കഴിഞ്ഞല്ലേ? അതെ അതെ, കറക്റ്റ് ആ ഒരു കളർ. കളറും ഇങ്ങനത്തെ ഒരു കളർ. കാരണം മുളക് പൊടി നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട്. അതാണ് ഇതിന്റെ സ്പെഷ്യൽ അല്ലേ? മുളക് പൊടി ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വെറൈറ്റി. പച്ചമുളകിന്റെ ഒരു പ്യൂർ ടേസ്റ്റ്. അതെ അതെ അതെ. ഇങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് നല്ല ഒന്ന് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതേറ്റ് വരുമ്പോ നമ്മുടെ ഇനി തേങ്ങാപ്പാല് ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്ത് പിന്നെ നമ്മള് ഇത് കടുക് പൊട്ടിക്കണം കേട്ടോ. കടുക് പൊട്ടിച്ചു വിടണേ ലാസ്റ്റ്. ഞാൻ ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടാ. പൊടിക്ക് ഉപ്പ് കൂടുതൽ. ഇതെടുത്തേടാ. ഇതെടുത്തേ തേങ്ങാപ്പല. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് തടി? എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാ. ബിരിയാണിയുടെ ആളാണ്. മോനെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഏറ്റവും ആദ്യം പറയാ ബിരിയാണി. അത് കൊള്ളാം. അവൾക്ക് സ്ട്രെസ് വരുമ്പോ ഏറ്റവും കൂടുതൽ പറയുന്നത് അവൾക്ക് ഡക്ക് ഇഷ്ടമല്ലെന്ന് ആദ്യമേ പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ല. കുറച്ചൊരു പൊടിക്ക് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതൊന്ന് സെറ്റ് ആയിട്ട് വരണം. എനിക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഉണ്ടാക്കാൻ സത്യം കേട്ടോ. കഷ്ടായി പോയി. അപ്പം ഉണ്ടാക്കിട്ട് അപ്പം തരാം കേട്ടോ. അപ്പത്തില് ഞാൻ കമന്റ് അവിടെ നിന്ന് നിൽക്കാം. ലാസ്റ്റ് വരാം. നമുക്ക് അപ്പോഴേ ഇപ്പുറത്ത് ഇത് വെച്ചിട്ടേ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കടുക് പൊട്ടിച്ചോട്ടിക്കണേ. അപ്പൊ കടുക് പൊട്ടിക്കട്ടെ. അത് തന്നെയാണ്. ആ മക്കളെ, താറാവൊക്കെ ആയോ? താറാവായി. അപ്പാപ്പനെ മനസ്സിലായോ? ഏതാണ് ഈ അപ്പാപ്പൻ? ക്രിസ്മസ് അപ്പാപ്പ. പിന്നെ ഇതാരും പഠിച്ചില്ലയോ? എന്തോ ഒരു കുഴപ്പമുണ്ടോ? അതെ മക്കള് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. ഹാപ്പി ക്രിസ്മസ് അപ്പാപ്പ. മിലേനിയം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നതാ. ഒന്നുമില്ലേ? ഗിഫ്റ്റ് ഉണ്ട്. അയ്യോ, കേക്ക് എടുക്കാൻ മറന്നു. എങ്ങെടുത്ത്? അത് ശരി. എന്നതാ അപ്പാപ്പ? മോനെ പ്രായമായില്ലേ മക്കളെ? നിങ്ങളെ പോലാണോ? അതെ അത് ശരി കേട്ടോ. ഇവന്മാരെ ഏൽപ്പിച്ചതാ കേക്ക്. എന്ത് അപ്പൊ എന്തോ പോയി താറാവ്? താറാവ് എന്തോ താറാവ് ഇതായിരിക്കുന്നു. അപ്പൊ അവന് കണ്ണു കണ്ടുകൂടെ? ഇതായിരിക്കുന്നു താറാവ് റോസ്റ്റ്. കഴിക്കാൻ പറ്റുന്നതാണോ? അതെനിക്കറിയില്ല. ഞങ്ങളുടെ പരീക്ഷണ അല്ലെ, പരീക്ഷിക്കാൻ വേണ്ടി അതെ, ഞങ്ങൾ ഈ കടുക് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അപ്പൊ അവര് തരുന്നതായിരിക്കും. കുഴപ്പമില്ലല്ലോ. എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കാണണോ? ശബ്ദം കേട്ടിട്ട് അങ്ങനെ എനിക്ക് കാണണമെന്ന് തോന്നുന്നു. എന്നാലും പാവല്ലേ ഒന്ന് കണ്ടേ. ഒന്ന് കാണിച്ചാൽ നന്നായിരുന്നു. അതെ കാണിക്കട്ടോ? നിങ്ങൾക്ക് കാണണോ? അത് അങ്ങനെയൊക്കെ ചോദിച്ച ആൾക്കാർ വേണ്ടെന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ. മര്യാദക്ക് ചോദിക്കണ്ട. ഗസ് ചെയ്യാവോ? ആസിഫ് അലി ആണോ ടോവിനോ ആണോ? ആരായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കട്ടെ. അപ്പാപ്പ നോക്കട്ടെ. ചന്ദനമണയിലൊക്കെ എന്തുവായിരുന്നു? അത് പറഞ്ഞില്ലല്ലോ. വിശേഷങ്ങള് അത് നീ പറഞ്ഞില്ലല്ലോ. റീൽസിൽ പൊക്കോണ്ടിരിക്കുന്ന അനീത്തിയാണോ? അതെ, അനീത്തിയാണ് തോന്നില്ലേ? മോളെ ചന്ദനമണയിലെ പോലാണോ വീട്ടിലും ചേച്ചി? പിന്നെ എങ്ങനാ? ചന്ദ്രമണിയിൽ കുശിപ്പിയായിരുന്നു. നെഗറ്റീവ് അല്ലായിരുന്നോ? ഇപ്പോഴും പക്ഷെ വേറെ കാര്യം 8 വർഷമായി ഞാന് 8-10 വർഷത്തിനടുത്തായി. പക്ഷെ ഇപ്പോഴും ചന്ദനമഴയാണ്. ചന്ദനമഴയൊക്കെ ഈ പറഞ്ഞ ഹിറ്റ് സീരിയൽസിൽ ഹിറ്റ് ആയി കഴിഞ്ഞാലേ അതെ അതെ എപ്പോഴും നമ്മൾ എവിടെ ചെന്നാലും ആ ഒരു അല്ലേ. അതെ അതെ.
എല്ലാരും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടറും ആയിരുന്നു അത്. അതെ. അപ്പൊ നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡിയായി. ഞാൻ അതിന് ഒരു ടേസ്റ്റ് കുറച്ചുകൂടി കിട്ടാൻ വേണ്ടിട്ട് ആ നമ്മുടെ കട്ടി തേങ്ങാ പോലെ കുറച്ചുകൂടി ഇതാ ഇങ്ങനെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. അപ്പൊ അതവിടെ നമ്മുടെ എന്താണ് ഈ നമ്മുടെ തക്കാളി നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് നമ്മള് അതിന്റെ ഗാർണിഷ് ഒക്കെ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ട് കളർഫുൾ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി അപ്പം ഉണ്ടാക്കാം അല്ലെ. എടുത്ത് ഒരു സ്പൂൺ ഒന്ന് ഒഴിച്ചു തന്നിട്ട് ഒന്ന് കലക്കി വെക്കാം. ഐശ്വര്യ നോക്കട്ടെ. ഇത് എനിക്ക് കഴിക്കാൻ നിങ്ങളുടെ ശരി, നല്ലത്. ഇനി ആ തേങ്ങ അരച്ചു വെച്ചേക്കണ ഇത്തിരി എടുത്ത് ഇതാ. യെസ്, ഇതൊരു ടേസ്റ്റ് മേക്കർ ആണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി തേങ്ങയും ജീരകവും ഒക്കെ ഉള്ളിയൊക്കെ കൂടെ അരച്ചു വെച്ചേക്കണ ഒരു ഇതാണ്. അപ്പൊ അത് നമ്മൾ കുറച്ചു ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട്. അപ്പൊ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നമ്മുടെ കല്ലപ്പത്തിന്. അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അപ്പം ഉണ്ടാക്കാം. ഇപ്പൊ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ബാറ്റർ. ഞാൻ സഹായിക്കണോ? വേണ്ട. വീട്ടിൽ അപ്പം ഉണ്ടാക്കാറുണ്ടോ? ഉണ്ട്. അപ്പം തിന്നാറുണ്ടോ? തിന്നാറുണ്ട്. മണം നോക്കടി. എന്നാ മണമായത്, എന്നാ മണോ എന്റെ പൊന്നോ. നല്ല സ്മെല്ല് ഇങ്ങനെ വരണം. ഹടാതെ ആകർഷിക്കണം. പാലപ്പം ആ ഒരു ഭയങ്കര ഒരു സ്മെല്ല് വരുന്നുണ്ട്. നോക്കട്ടെ. അപ്പം തന്നെ എത്രയോ വെറൈറ്റി അല്ലേ. ഈ സ്പെഷ്യൽ ദിവസത്തിൽ ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കി ഇതുപോലൊരു ഗസ്റ്റ് വേറെ ഇല്ലല്ലേ? അങ്ങനെയൊന്നുമില്ല. നിന്നെ തന്നെ ഇതില് പക്ഷെ കിട്ടുമോടി? കുറച്ച് കുഴപ്പമില്ല. അപ്പൊ മൂടി വെച്ച് തന്നെ ഉണ്ടാക്കണം എന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഒരു ഇതും തെറ്റിക്കുന്നില്ല. കുത്തൊക്കെ വീഴണ്ടേ? അതെ. യെസ്, ഇത്തിരി കുത്തിയൊക്കെ കേട്ടോ ഒരു പൊട്ടിക്ക്. അപ്പൊ ഇന്ന് നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ഡക്ക് റോസ്റ്റും കല്ലപ്പവും കല്ലപ്പവും ഡക്ക് റോസ്റ്റും. കല്ലപ്പവും താറാവല്ലാതെ വേറെ ഒന്നുമില്ലേ? താറാവിന്റെ കൂടെ അപ്പുറത്തുണ്ട്. അപ്പൊ അപ്പാപ്പനൊന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ. അപ്പാപ്പനത് വേണം നിർബന്ധമുണ്ടോ? ഇല്ലില്ല, അപ്പാപ്പൻ കഴിക്കാറില്ല. ആണോ? മിടുക്കൻ. സീരിയലിൽ കാണുന്ന പോലെ അല്ലല്ലോ. അതിനകത്ത് എന്തോ കലിപ്പാ. ഇതെന്തോ ഇത് പാവത്തെ പോലെ ഇരിക്കുന്നേ. വീട്ടിലെങ്ങനെയാണോ? നിർത്തിക്കൊണ്ട് പറയോ ചേച്ചി? തിരിച്ചെനിക്ക് വീട്ടിൽ പോകാനുള്ളതല്ലേ? അല്ല, അവള് പാവണം. അവളെന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്. രണ്ട് സിസ്റ്റേഴ്സ് ആണ് ഇവൾക്ക്. രണ്ട് അനിയത്തിമാരുടെ പൊന്നു ചേച്ചിയാണ് അവൾ. എനിക്കറിയാം അവള്. ഇതിങ്ങനെ പറയാൻ എത്ര രൂപ തന്നു? അല്ല, അവൾ എനിക്ക് നന്നായിട്ട് അവൾ അവളുടെ ഫാമിലി എത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്ന, സ്നേഹിക്കുന്ന, ആ മക്കളെ ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വന്തം മക്കളെ പോലെ അവള് നോക്കുന്ന അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പേനും മമ്മീനേക്കാളും കൂടുതൽ ഞങ്ങൾ ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇതില് ടിഷ്യൂ എടുക്കണി. എന്റെ വയർപ്പും നിന്റെ കണ്ണീരും തുടങ്ങാൻ. എനിക്ക് പറയാൻ ആരും വന്നില്ലല്ലോ ഈശ്വരൻ. എന്റെ അനിയത്തിമാരോ ചേച്ചിയാന്ന് പറഞ്ഞോ. അല്ല അഞ്ചു, അതില് അഞ്ചു അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ബീന ചേച്ചിനെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബീന ചേച്ചി നിക്കോണ്ട് പറയല്ല. ബീന ചേച്ചിന്റെ വീട്ടില് 3 പെൺകുട്ടികളാ ഇല്ലേ? ഇവിടെ നമ്മുടെ വീട്ടിലും അതെയായിരുന്നു. എനിക്ക് ഞാൻ ഇപ്പൊ മൂത്ത ചേച്ചിയാണെങ്കിലും ബീന ചേച്ചി നടുക്കഷ്ണം. ചേച്ചിയുടെ അന്നത്തെ കാലഘട്ടവും ചേച്ചിയുടെ കഷ്ടപ്പാടും ഇതൊക്കെ പറഞ്ഞു തന്നെ ചേച്ചി ഈവൻ സമ്പാദിക്കുന്ന ഒരു ലൈൻ പോലും ഞാൻ ഒരു പോയിന്റ് പഠിച്ചത് ചേച്ചിയുടെ ഇടുന്ന. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പൈസ കിട്ടിയാൽ അപ്പൊ കുറച്ച് ഗോൾഡ് ആക്കും, അല്ല എവിടെ ഇൻവെസ്റ്റ്. ചേച്ചി എനിക്ക് പറഞ്ഞു തരുന്നു, എടി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തു. അത് നമ്മള് ഇംപ്ലിമെന്റ് ചെയ്തോണ്ട് ഇപ്പൊ എന്താണ് മില്ലേനിയത്തിലാണ് നിൽക്കണ അവള്. സാധാരണ നടക്കുന്ന അത്ര അടിച്ചുപൊളിച്ച് അങ്ങനെയൊന്നും ഇല്ല. എല്ലാം സത്യം ഞാൻ പറയട്ടെ, ഇപ്പോഴാണ് ഞാൻ എന്റെ ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുന്നതും. എന്ന് വെച്ചാൽ അന്നൊക്കെ ഡ്യൂട്ടീസ് കാരണം ചേച്ചിയെ കെട്ടിക്കണം, അനിയത്തെ കെട്ടിക്കണം, എന്റെ കല്യാണം, അങ്ങനെയില്ല. പിന്നെ കൊച്ചായി പിച്ചായി അങ്ങനെ. ഇപ്പൊ മോൻ വലുതായി 20 വയസ്സ് കഴിഞ്ഞു. എനിക്കിപ്പോ സത്യം പറഞ്ഞ നല്ല ടൂറ് പോവാനും അല്ലെ ട്രിപ്പൊക്കെ പോകാൻ എനിക്ക് ഞങ്ങൾ വേറെ വൈബില് പോവാനാണ് അപ്പാപ്പ ഇഷ്ടം. എന്നെ വേണ്ട. അപ്പൊ അവരമ്മയുടെ ഒപ്പം പോയിക്കോ. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ഈ വൈബ് അല്ല വേണ്ട. നമുക്ക് വൈബ് ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പൊ എനിക്കിപ്പോ നല്ല ട്രിപ്പൊക്കെ പോണം, നല്ല ഇഷ്ടമുള്ള കാര്യം അല്ലേ? അതൊക്കെ ഇപ്പോഴാണ് ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടായിരുന്നു ചേച്ചി. എനിക്ക് ചേച്ചി പറഞ്ഞ ഓരോ കഥയും ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം
ചേച്ചി ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാ സ്ത്രീകളും കുറെ നാൾ റെസ്റ്റ് എടുക്കും. ചേച്ചി ഒന്നും റെസ്റ്റ് എടുത്തിട്ടില്ല. മോനെ വണ്ടിയിൽ കിടത്തി ഇറക്കി അവിടെ പോയി ഫീഡ് ചെയ്ത് ഇവിടെ അഭിനയിക്കും. അങ്ങനെയാണ് ചേച്ചി കൊണ്ടുവന്നത്. 9 മാസം ഗർഭിണിയായിരിക്കുമ്പോഴും ഞാൻ അഭിനയിച്ചു. 1.5 മാസം ആർട്ടിസ്റ്റുകളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ അല്ലേ, ആർട്ടിസ്റ്റുകളുടെ ലൈഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര കളർഫുൾ ആണെന്ന് വിചാരിക്കും. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് അപ്പു ഉണ്ടാക്കി നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡിയാണ്. അപ്പൊ അപ്പാപ്പന് ആദ്യം കൊടുക്കട്ടെ, ഇവിടെ കൊതി വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പാപ്പൻ ആദ്യം തരുന്നതിന് മുമ്പ് മക്കൾക്ക് അപ്പാപ്പന് ഒരു സമ്മാനമുണ്ട്. ക്രിസ്മസ് അല്ലേ? എന്നാ നമ്മളുടെ അടുത്ത് വന്നതിന് സന്തോഷം. താങ്ക് യു. എന്നാ ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ് അങ്ങോട്ടും അപ്പാപ്പനും. ഹാപ്പി ക്രിസ്മസ്. പ്ലം കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നത് അങ്ങൂന്ന്. അതെ, എനിക്കൊന്നും ഇല്ലല്ലേ? അല്ല അപ്പാപ്പ, അപ്പൊ എനിക്കൊന്നും ഇല്ലല്ലേ? രണ്ട് നീ പിടിച്ചു ഇപ്പൊ തൽക്കാലം കേട്ടോ. താങ്ക് യു. ഇനി അപ്പാപ്പന് ഞാൻ ഇത് വിളമ്പി തരട്ടെ? അതിനു മുമ്പ് അപ്പാപ്പനെ കാണണ്ടേ? ഇവിടെ കാണിക്കാം നമുക്ക്. ഇവിടെ ശരി, ഞാൻ ഇത് തരുമ്പോ അപ്പാപ്പൻ മോന്തക്കട്ട് ഒഴിവാക്കണം കേട്ടോ. അല്ല, ഇത് മോൻ കാണിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു. കൊടുക്കണോ വേണ്ടയോന്ന്. ശരി കേട്ടോ. അപ്പാപ്പന് കൊടുക്കണോ വേണ്ടെന്ന്. അപ്പാപ്പ തുറക്ക് നോക്കട്ടെ. അയ്യടാ, നീയായിരുന്നോ? പ്രതീക്ഷയൊക്കെ പോയി. ഞാനിതിട്ട് വേർതിരിക്കുകയാലും നമുക്ക് കഴിക്കാം. എന്റെ ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് തരുന്നതിന് മുമ്പ് ഇത്ര സൗഹൃദം കാത്തു സൂക്ഷിച്ച കൂട്ടുകാരിക്ക് തന്നെ ആദ്യം കൊടുക്കണം. ഓക്കെ, ഉറപ്പായിട്ടും. അപ്പൊ ഞാനൊന്ന് ടിഷ്യൂ എടുത്തടി. നമ്മള് ലൊക്കേഷനിലല്ലേ? അതെ, എന്തൊക്കെ ഞങ്ങളൊക്കെ എന്തോരം സാധനങ്ങൾ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവളുടെ അപ്പം കൊണ്ട് തരുന്ന കപ്പലണ്ടി മിഠായിയാണ് എനിക്ക് എപ്പോഴും ഓർമ്മയിലിരിക്കുന്നത്. പാവം, ഉച്ചയാകുമ്പോ ഞങ്ങൾക്ക് കപ്പലണ്ടി മിഠായി ഒക്കെ മേടിച്ചു തരും. അപ്പം ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഓ, ഇത് ഇങ്ങനെയൊക്കെ ഈ സൗഹൃദം എന്നും ഇതുപോലെ ഒരുപാട് വർഷക്കാലം അങ്ങനെ നിലനിൽക്കട്ടെ. കൂട്ടുകാർക്ക് തിരിച്ചും കൊടുക്കും. താങ്ക് യു. അടിപൊളി. അടിപൊളി, നന്നായി. അപ്പാപ്പൻ വയറുകൊണ്ട് നിൽക്കുന്നുണ്ടോ? നിനക്ക് അപ്പാപ്പന് കൊടുക്കില്ലേ? നമുക്ക് കൊതി കിട്ടും. സത്യം, ഞങ്ങളുടെ വയറ് നമ്മ ക്രിസ്മസ് അതെ കൊളാവരുതല്ലോ ഇന്നത്തെ ക്രിസ്മസ്. ഓക്കെ, അപ്പാപ്പൻ കൊടുക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറയാം. സത്യസന്ധം മതി. എക്സ്പ്രഷൻ ഒന്നും വേണ്ട. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടോ? അതാണ് നല്ല ഡക്ക് റോസ്റ്റ്. നല്ലപോലെ മീൻസ് അപ്പമായാലും ആ ഒരു മുരിഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുള്ള താറാവാണെങ്കിലും എല്ലാം ഇതിനെപ്പോ ഒരു സന്തോഷമില്ല. ഈ ഒരു ക്രിസ്മസിന് ഏറ്റവും വലിയ സ്പെഷ്യൽ ഗിഫ്റ്റാ. അപ്പൊ ഫുഡ് കഴിച്ചു, എനിക്കിനി കുറെ സ്ഥലത്ത് പോകാനുണ്ടോ? ശരി അപ്പാ, താങ്ക് യു. താങ്ക് യുടാ. അപ്പോ എന്തായാലും എല്ലാവരോടും അല്ലെ, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും ഇന്ന് നിങ്ങളോടൊപ്പം ഞങ്ങളും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ ക്രിസ്തുമസ് ആശംസകൾ.